ഹലോ അസ്സലാമു അലൈക്കും. ഇതേ നല്ല വേനൽക്കാലത്ത് ഞാൻ പാലക്കാട് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഈ റെയിനി സീസണിൽ ഇങ്ങക്ക് പോവാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫെറ. ഇവിടെ നമ്മൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. വന്ന സ്ഥിതിക്ക് പിന്നെ എന്തായാലും ഒരു റാവത്തർ ബിരിയാണി കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പ് ടൗൺ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടൊരു റാവത്തർ ബിരിയാണി കഴിച്ച് തിരിച്ചു പോണ വഴിയിലാണ് ഈ ഒരു സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യണമെന്ന് നമ്മളെ കൂടെയുള്ളൊരു പാലക്കാട്ടുകാരൻ പറഞ്ഞത് കേട്ടോ. സോ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. പിന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വേറൊരു വൈബാണെന്ന് തോന്നുന്നു. പോണ വഴിയിൽ നമ്മൾ 2-3 അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ ഭയങ്കര സെലിബ്രേഷൻസ്, ഉത്സവങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ കവ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ മലമ്പുഴ ഡാമില്ലേ, മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അതിൻ്റെ റിസർവോയർ ഏരിയ ആണ് ഈ കവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. നല്ല വേനലായതുകൊണ്ട് തന്നെ വേനലായാലും പിന്നെ ഒക്കെ പാലക്കാട് അത് കുറച്ച് എക്സ്ട്രീം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയിരുന്നു നമ്മൾ പോയ സമയത്ത്. പക്ഷേ പോകുന്ന വഴിയുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കാടും നല്ല ഫോറസ്റ്റും, പിന്നെ ഫോറസ്റ്റിൽ നമുക്കൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ചീവീടിൻ്റെ ഒക്കെ ഒരു സൗണ്ടും. പിന്നെ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ മലമ്പുഴ ഡാം. അതായത് വെള്ളം തുറക്കുന്ന ആ ഷട്ടേഴ്സാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ നമ്മുടെ മീറ്റിങ്ങും കഴിഞ്ഞു, ലഞ്ചും കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ടൈമുണ്ട്, അധികം ഉള്ളോട്ട് പോകാനുമില്ല. അങ്ങനെയാണ് നമ്മൾ എന്തായാലും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പോകുന്ന വഴി ഇതേപോലെ തന്നെ കുറേ റിസോർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ടെൻറ്റ് സ്റ്റേ ഉണ്ട്, പിന്നെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു വില്ലാസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ മൺസൂൺ ടൈമിലൊക്കെ നമുക്ക് വന്നിട്ട് ഇങ്ങനെ സ്റ്റേ ചെയ്ത് ഇവിടെയൊക്കെ കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നല്ല ചൂടാണ് കേട്ടോ. ആക്ച്വലി ഈ ഏരിയ ഒക്കെ ഭയങ്കര ഡ്രൈ ആണ്, നല്ല ചൂടുണ്ട്. എന്നാലും ഈ ഫോറസ്റ്റൊക്കെ കാണാൻ എന്തൊക്കെയോ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. റാവുത്തർ ബിരിയാണി എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ്. അത് ഇവിടെ ഒരു NMR അപ്പ് ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന സമയത്ത് കഴിഞ്ഞതോ അതിൻ്റെ മുന്നത്തെ ഒരു ഓണത്തിനൊക്കെയാണ് അവിടെ വന്നിട്ട് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. പിന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു. അതായത് നമ്മൾ കയറി ചെന്നു, റെസ്റ്റോറൻറ്റ് കാലിയാണ്, നമ്മൾ ഇരിക്കണു കഴിക്കണു, തിരിച്ചു പോരുന്നു. ഇന്ന് ചെന്ന സമയത്ത് ഭയങ്കര തിരക്ക്. നമ്മളിവിടെ പാരങ്ങളിലൊക്കെ കാണുന്ന ഒരു ക്യൂ ഇല്ലേ, അതുപോലത്തെ ക്യൂ ആണ് അവിടെ. അങ്ങനെ കുറച്ചൊരു 20 മിനിറ്റൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റിയത്. പിന്നെ നമ്മൾ അന്നത്തെ അതേ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇന്ന് കിട്ടിയോയെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നിയില്ല. അതായത് റെസ്റ്റോറൻറ്റ്സിലിപ്പം നമ്മൾ ചില സാധനങ്ങൾ നോക്കിയിട്ടൊക്കെ പോകുമല്ലോ ചില ഐറ്റം കഴിക്കണമെന്ന്. പക്ഷേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കൺസിസ്റ്റൻസി മീൻസ് കൺസിസ്റ്റൻ്റായിട്ട് ഒരേ ടേസ്റ്റിൽ ഒരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്ന് വന്നിട്ട് കഴിച്ച ബിരിയാണീൻ്റെ ടേസ്റ്റില്ലേ, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്രാവശ്യം കഴിച്ചപ്പോൾ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ മലമ്പുഴ എന്ന് പറഞ്ഞിട്ട് കയറുന്ന ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഡാമൊക്കെ, അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ബാക്കോട്ടാണ് നമ്മളിങ്ങനെ വീണ്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്തിയിട്ടില്ല. നമ്മളിതുവരെ ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ കവ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 1 മിനിറ്റ് കാണിക്കുന്നുള്ളൂ. പക്ഷേ എന്താണ് ഈ കവ എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായത്. പിന്നെ ഈ ഇപ്പോൾ ഡാം ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ വെള്ളം റിസർവ് ചെയ്യാണല്ലോ ചെയ്യുക. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ കുറേ വറ്റിപ്പോവും. പിന്നെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറിഗേഷൻ അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. കുറച്ചിങ്ങനെ അവിടെ ഇവിടെയും കെട്ടി നിൽക്കുന്ന വെള്ളമേ ഉള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഈ മൺസൂൺ ടൈമിൽ വരുന്നതാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഈ ഒരു സൈഡ് ഫുള്ള് വെള്ളമായിരിക്കും. അതൊരു വേറെ തന്നെ ഒരു ഭംഗിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ പോകുന്ന വഴിയും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ചായ അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്, ജ്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ 2 ജ്യൂസ് കുടിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഈവനിങ് ആയതുകൊണ്ട് ഇവിടുന്ന് ആക്ച്വലി ആ ഒരു കവയിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വ്യൂ എല്ലാം ഒന്ന് നോക്കിയിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവിടെ ചായ ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഞാൻ റാവുത്തർ ബിരിയാണീൻ്റെ കാര്യം പറയട്ടെ.
നമുക്ക് ഈ സാധനം നല്ല അടിപൊളിയായിട്ട് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. നല്ല അടിപൊളി റെസിപ്പി ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അതായത് വീണാസ് കറി വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ. അതിൽ ആ വീണ ചേച്ചീൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഞാനൊരു പ്രാവശ്യം റാവുത്തർ ബിരിയാണി ഉണ്ടാക്കിയത്. ഇറ്റ് വാസ് സോ ടേസ്റ്റി കേട്ടോ. നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്നതിനേക്കാളും ഒരു 10 ടൈംസ് ടേസ്റ്റിയറാണ് നമ്മൾ തന്നെ ഈ ഒരു റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ. ആൻഡ് വീണ ചേച്ചീൻ്റെ റെസിപ്പീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ് പറയുക. അതായത് ഇത്ര ടേബിൾ സ്പൂൺ ഈ പൊടി, അത്ര ടേബിൾ സ്പൂൺ ഈ പൊടി. അപ്പോൾ അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഈ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇത് പാലക്കാട് റാവുത്തർമാരുടെ സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ടാണ് റാവുത്തർ ബിരിയാണി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കവ എത്തിയിട്ടുണ്ട്. ഇതാണ് കവ. ഈ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഫുൾ വെള്ളമായിരിക്കും നമ്മൾ മൺസൂൺ സീസണിൽ വരുന്ന സമയത്ത്. ഇതിപ്പോൾ നല്ല സമ്മർ ആയതുകൊണ്ട് ഇവിടെ ഫുൾ ഉണങ്ങിക്കിടക്കുകയാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ ഈ ഒരു പിന്നെ എന്താ പറയുക ഏരിയയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടിയൊന്നും നിർത്താൻ സ്ഥലമില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വേറെ വീഡിയോസായിട്ട് വരും വരെ ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. പിന്നെ ഇതിൽ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല, കുറച്ച് കാഴ്ചകളും കുറച്ചധികം ഇൻഫർമേഷനും തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. സോ ടേക്ക് കെയർ, ബൈ ബൈ.